ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്കും അതുപോലെ തന്നെ ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പം നേരെ വീട്ടിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഈ ഇറച്ചിനെ കൊണ്ടും ബീഫിനെ കൊണ്ടെല്ലാം ഉണ്ടാക്കി മടുത്തവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനെക്കാട്ടിയും ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനിതാ അതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നേർങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഷെയർ ആക്കുന്നത്. ഇത് നേർങ്ങനെ തന്നെ കട്ട് ചെയ്യണം. കുറച്ച് തടിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉള്ളു പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പം നേർങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണമെങ്കിൽ അതുപോലെ മൈദപ്പൊടി എടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. വെറും മൈദയാകുമ്പം ഒരു ടേസ്റ്റ് കിട്ടില്ല, ഒരു ക്രിസ്പി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളെ കൈമേൽ അരിപ്പൊടി ഇല്ലെങ്കിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ പഴം പൊരിക്കലും ബാറ്റർ തയ്യാറാക്കുന്നില്ലേ, അതുപോലത്തെ ബാറ്ററാണ് വേണ്ടത്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായതെടുക്കാൻ ഞാൻ ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഇത് ബാറ്ററിയുടെ തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാതി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്, ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ മാവിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളി ഇട്ടെടുക്കുമ്പം നമ്മളെ ഈ നല്ല ടേസ്റ്റിയാണ് കഴിക്കുമ്പം. അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ല രുചിയാണ്. അപ്പം ഇനി ഉള്ളിയും കറിവേപ്പിലയൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അത് ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് കൂടും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. കൈയോടെ തന്നെ മിക്സാക്കി കൊടുക്കണം, എന്നാലേ എല്ലാം കൂടി ഒന്ന് ജോയിൻ്റായിട്ട് കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം മിക്സാക്കിയ ശേഷം ഒരു 10 മിനിറ്റ് ഇതങ്ങോട്ടേക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. നമ്മൾ അപ്പം തന്നെ ആക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഇച്ചിരിയും കൂടി കൂടും. പിന്നെ ഞാനിതാ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പിടി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, കുറച്ചിട്ടാൽ മതി. മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. പിന്നെ മുളക് പൊടി നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കിയ മൈദമാവിൽ വേണമെങ്കിൽ അതിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പും മുളകും പിടിക്കുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 ഭാഗം മുക്കിയെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. ഈ ചിക്കനും ബീഫൊന്നും കൂട്ടാത്തവർക്ക് ഇങ്ങനെയുള്ള സ്നാക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പം കുട്ടികൾക്കെല്ലാം ഇതെന്തായാലും റെഡിയാക്കി കൊടുക്കണം. അവരെന്തായാലും ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. ഈ ഉരുളക്കിഴങ്ങ് കൂട്ടുമ്പം ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതിലേക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല. ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങിലേക്ക്, അതിലേക്ക് എരിവ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെറുങ്ങനെ ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഉള്ളിൽ എരിവ് വരുമ്പം നല്ല ടേസ്റ്റിയാണ്. ഇത് ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ്, അതുപോലെ തന്നെ തണുത്ത് കഴിഞ്ഞാലും ടേസ്റ്റിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ സോസും കൂടി മുക്കി കഴിക്കുകയാണെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് കൂടും. എൻ്റെ മക്കൾ സോസ് കൂട്ടിയിട്ടാണ് ഇത് കഴിക്കൽ. വീട്ടിലിങ്ങനെ ആക്കി കഴിഞ്ഞാൽ പ്ലേറ്റ് കാലിയാകുന്ന വഴി അറിയില്ല. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളിപ്പം ഇറച്ചിനെ കൊണ്ടെല്ലാം ആക്കി കൊടുക്കുന്നത് ഇങ്ങനെയെല്ലാം ആക്കി കൊടുത്താൽ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മക്കൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കിയാൽ എന്തായാലും ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ആരെങ്കിലും വിരുന്ന് വന്നാൽ
ഉരുളക്കിഴങ്ങ് വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്നാക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഭാഗം ആയിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗം കൂടിയും ഒന്നായിട്ടെടുക്കണം. ഇത് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിൽ ഇതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരുപാട് ടൈമൊന്നും എടുക്കുകയൊന്നും ചെയ്യില്ല. ഞാനിതാ വലിയൊരു പാത്രമാണെങ്കിൽ നമുക്കതിൽ ഒരുപാട് ഇട്ട് കൊടുക്കാം. ഞാൻ കുഞ്ഞു പാത്രത്തിലായതുകൊണ്ട് അത് 4 3 അത്രേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ അതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇത് ഒരിക്കൽ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുത്തിട്ട് കഴിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ.